മൂന്ന് സംഖ്യകളുടെ അംശബന്ധം 3:4:5 ആണ്. ഇവയുടെ ഉസാഖ 12 ലസാഗു എത്ര? അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? മൂന്ന് സംഖ്യകളുടെ അംശബന്ധം 3:4:5 തന്നിട്ടുണ്ട്. അതായത് ആ മൂന്ന് സംഖ്യകൾ നമ്മൾ A:B:C എന്ന് എടുക്കുകയാണെങ്കിൽ അവയുടെ അംശബന്ധം എത്രയാണ് തന്നിട്ടുണ്ട്? 3:4:5 തന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവയുടെ ഉസാഖ അല്ലെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? HCF നമുക്ക് തന്നിട്ടുണ്ട് 12 തന്നിട്ടുണ്ട്. നമുക്ക് ലസാഗുവാണ് കാണേണ്ടത്, അഥവാ LCM ആണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തന്നതിന് ശേഷം, അതായത് ഇത്ര സംഖ്യകളുടെ 3 സംഖ്യകളാവട്ടെ 4 സംഖ്യയാവട്ടെ 2 സംഖ്യയാവട്ടെ ഇത്ര സംഖ്യകളുടെ അംശബന്ധം A:B:C എന്ന് തന്നതിന് ശേഷം ഇവയുടെ ഉസാഖയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും സംഖ്യകൾ കാണാൻ പറ്റും. ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് തന്നിരിക്കുന്ന HCF കൊണ്ട് ഓരോ അംശബന്ധത്തിനെയും ഗുണിച്ചാൽ മതി. തന്നിരിക്കുന്ന HCF കൊണ്ട് ആദ്യത്തെ അംശബന്ധത്തിനെ ഗുണിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ കിട്ടും, രണ്ടാമത്തതിനെ ഗുണിക്കുമ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടും, മൂന്നാമത്തതിനെ ഗുണിക്കുമ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യകൾ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ സംഖ്യകൾ ആദ്യം A നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒന്നാമത്തെ സംഖ്യ A = 12 × 3. 12 × 3 എത്രയാണ്? 12, 24, 36. നമുക്ക് ഒന്നാമത്തെ സംഖ്യ കിട്ടി. അടുത്തിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാം. 12 × 4 48. മൂന്നാമത്തെ സംഖ്യ C കണ്ടുപിടിക്കാം. 12 × 5 എത്രയാണ്? 60. നമുക്ക് 3 സംഖ്യകൾ കിട്ടിയില്ലേടാ. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ലസാഗു അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ABCയുടെ ലസാഗു കണ്ടുപിടിച്ച് നമ്മുടെ ഉത്തരവായില്ലേ? അതിനെന്താ ചെയ്യേണ്ടത്? 36, 48, 60. ഇതിൻ്റെ ലസാഗു നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 6 വെച്ച് ചെറുതാക്കാം. 6 6 36, 8 6 48, 10 6 60. വീണ്ടും നമുക്ക് 2 വെച്ച് ചെറുതായി കൂടി 3, 8 2 4 തവണ, 10 5 തവണ. ബാക്കി ഇതെല്ലാം അവിടെ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരവായില്ലേടാ. 6 × 2 × 3 × 4 × 5. 6 × 2 12, 12 × 3 എത്രയാണ്? 36. 36 × 4 എത്രയാ? 36 × 4. 6 4 24, 4 2 ശിഷ്ടം 12, 12 2 14, 144. ബാക്കി എത്രയുണ്ട്? ഒരു 5 കൂടെ ഇല്ലേ? അപ്പോൾ 144 × 5. 5 4 20, 0 2 ശിഷ്ടം 5 4 20, 22 2 ശിഷ്ടം 1 5 5 5 2 720 = 720 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.